ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലങ്ങളിലും തിരിച്ചറിയണം, ദൈവത്തിന് സകലതും കഴിയുമെന്ന്. വഹിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളും നിൽക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങളും കൊടുങ്കാറ്റ് പോലെ മനുഷ്യ ജീവിതത്തിനെതിരെ അലയടിച്ച് കയറുമ്പോൾ, ഇപ്പോൾ ഞാൻ തകർന്നു പോകും, ഇപ്പോൾ ഞാൻ തച്ചുടഞ്ഞു പോകുമെന്ന് ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെടാതെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ള ഉറപ്പായ വിശ്വാസവും പ്രത്യാശയും ഒരു ദൈവവൈദ്യന്റെ അകത്തളങ്ങളിൽ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അകത്തളങ്ങളിൽ ജ്വലിച്ച് പ്രകാശിക്കണം. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, സ്തോത്രം. വഹിക്കാൻ കഴിയാത്തൊരു പ്രതിസന്ധി നിന്റെ ലൈഫിനെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചു ഹുങ്കാര പ്രതാപത്തോടെ നിനക്കെതിരെ വിരൽ ചൂണ്ടി വരുമ്പം മനസ്സ് മടുക്കാതെ പറയണം, ഈ സ്തോത്രം, ഈ ലൈഫിലെല്ലാം ചെയ്തു തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം സ്തോത്രം 2-ാമത്തെ വാക്യമാണ് ധ്യാനിക്കുന്നത്. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിസന്ധിയുടെ നടുവിൽ ശാരീരിക നഷ്ടം, സാമ്പത്തിക നഷ്ടം, കുടുംബ നഷ്ടം, ധനനഷ്ടം, നഷ്ടം നഷ്ടം നഷ്ടമെന്ന് പറഞ്ഞ് ജീവിതം അസ്തമിക്കുവാൻ നിൽക്കുന്ന ഭക്തനായ ഇയ്യോബ്, സ്തോത്രം, ആരോഗ്യം നഷ്ടപ്പെട്ട് ശരീരത്തിലെ ഓരോ ചൊറികൾക്കകത്തും പുഴുക്കൾ ഞൊളച്ചു വെളിയിലേക്ക് ചാടുമ്പോൾ ഒട്ട് കഷ്ണമെടുത്ത് പുഴുക്കളെ ചൊറിഞ്ഞളക്കിക്കൊണ്ട് ഒട്ടും നിരാശ മനസ്സിക്കാറാതെ ഭക്തൻ പറയുക, യഹോവേ, നിനക്ക് സകലതും കഴിയും. ഇയ്യോബിനുള്ള കഷ്ടത ഈ വചനം കേൾക്കുന്ന ആർക്കുമില്ല. ഇയ്യോബിനുള്ള കഷ്ടതയുടെ 100-1 കഷ്ടത വന്നപ്പോൾ ജീവിതം തകർന്നു പോകുമെന്ന് നീ വിചാരിച്ചെങ്കിൽ ദൈവം നിന്നോട് ഇന്ന് വചനത്തിൽ കൂടെ പറയുക, ലെവലേശം കുരുങ്ങരുത്, നിന്റെ അകത്ത് നിറഞ്ഞു നിൽക്കണം. ദൈവത്തിന് സകലതും കഴിയും. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് എല്ലാം ചെയ്യാൻ കഴിയും. ആരോടൊക്കെയോ ദൈവം ഈ വചനത്തിൽ കൂടെ സംസാരിക്കുക. നിന്റെ ലൈഫിൽ ഒരിക്കലും ആരുടെയും ലൈഫിൽ നടക്കാത്ത ചില വൻകാര്യങ്ങൾ നിന്റെ ലൈഫിൽ യേശു ചെയ്തെടുക്കുവാൻ പോകുകയാണ്. നമുക്ക് മനസ്സുകൊണ്ട് പറയാം, കർത്താവേ, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. നമുക്ക് ദൈവത്തിന് സ്തോത്രം ഒന്നിച്ച് ദൈവത്തോട് പറയാം, ദൈവത്തിന് സ്തോത്രം, നാമേ, യഹോവേ, നിനക്ക് സകലതും കഴിയും. ഈ ദിവസങ്ങളിൽ തന്നെ നിന്റെ കുടുംബത്തിനകത്ത് സകലതും ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുവരത്തക്ക ചില ആത്മിക സന്ദേശങ്ങൾ പരിശുദ്ധാത്മാവ് നിനക്ക് വീണ്ടും തരാൻ പോവാ. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, നിനക്ക് സകലതും കഴിയും. ആ കരങ്ങളെ ചേർത്ത് പിടിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയ്ക്ക് സകലതും കഴിയും, അങ്ങയുടെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ജീവിപ്പാൻ കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവത്തിന് സകലത് കഴിയും. ഒട്ടും നിരാശപ്പെടേണ്ട, കർത്താവ് സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.